ഹലോ ഗായ്സ്, ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന കഷ്ടപ്പാടാണ് ഈ അമ്മച്ചി കാണിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായി ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിൽ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കുക, വെട്ടി തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾ അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി എടുത്തിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇത് കുറുകി വരുന്ന പരുവത്തിൽ, അതായത് ഇത് കട്ടൻ പാടില്ല, നല്ലപോലെ കുറുകി വരുന്ന രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ കണ്ടതല്ലേ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ചായപാത്രമാണ്. അപ്പോൾ ചായപാത്രം വളരെ ഇടുങ്ങിയതായതുകൊണ്ടും കുറച്ച് നല്ല വിസ്താരമായിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എന്തിനും മാവ് കുഴക്കണമെന്ന് വെച്ചാൽ നല്ലപോലെ മാവിന് ഇലാസ്റ്റിസിറ്റി കിട്ടണം. ഇലാസ്റ്റിസിറ്റി കിട്ടിയാൽ ആ അമ്മച്ചി കഷ്ടപ്പെടുന്ന പോലെ നമുക്ക് കഷ്ടപ്പെടാതിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇലാസ്റ്റിസിറ്റി വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് ഒരു സേവനാഴി എടുക്കുക. സേവനാഴി പലതരത്തിലുണ്ട്. അതിലൊരു ടൈപ്പാണ് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഒരു സേവനാഴി. ഇതല്ലാതെ ഇനി സ്റ്റീലിൻ്റെയാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതല്ലാണ്ട് കോപ്പറൊക്കെ ഉണ്ട്. വേറെ പലതരത്തിലുള്ള സേവനാഴികളുണ്ട്. കോപ്പറൊക്കെ വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. സേവനാഴിയുടെ അടിയിൽ ചില്ല് ഇടാറുണ്ട്. ഈ ചില്ല് തന്നെ പല തരത്തിലുണ്ട്. നേർത്ത ഹോളുള്ള, അതായത് ചെറിയ ഹോളുള്ള ചില്ലുകളുണ്ട്, വലിയ ഹോളുള്ള ചില്ലുകളുണ്ട്, സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ചില്ലുകളുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ഹോളുള്ള ചില്ലുകളാണ്. കാരണം എനിക്ക് അത്യാവശ്യം വലിയ ഹോളുള്ള ചില്ലിൽ നിന്നുള്ള നൂലപ്പമാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ വലിയ ഹോളുള്ള ചില്ല് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സേവനാഴിയിലേക്ക് നമ്മൾ മാവിട്ട് ഫില്ല് ചെയ്തിട്ട് ഈ നല്ലപോലെ ടൈറ്റ് ചെയ്യണം. സേവനാഴി നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇനിയൊരു പിരിയുണ്ട്. ഈ പിരി വെച്ച് നമ്മൾ കറക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നൂല് പോലെ ഈ മാവിനെ ലഭിക്കുന്നതായിരിക്കും. അതിങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുക്കാൻ പറ്റും. അമ്മച്ചി കഷ്ടപ്പെടുന്ന പോലെ നമുക്ക് അത്ര കഷ്ടപ്പാട് വരുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇടിയപ്പം, ഇഡലി പോലുള്ള വേല ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നവയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഇടിയപ്പ പാത്രം വേണം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഹോളുകളുള്ള ഒരു പാത്രം വെക്കണം. അതിൻ്റെ മുകളിലായിട്ടാണ് 2 തട്ടിലായിട്ട് കുഴിയുള്ള ഇടിയപ്പ പാത്രം വരുന്നത്. ഇനി ഈ ഇടിയപ്പ പാത്രം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ തിരുമ്മി കൊടുക്കണം. എണ്ണ തിരുമ്മി കൊടുത്തിട്ട് മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. കുഴികളിലെല്ലാം തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഈ സേവനാഴി ഉപയോഗിച്ച് ഒന്ന് മാവിനെ ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം എടുത്ത് നമ്മളൊരു സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുക എല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂലപ്പം റെഡിയായി. വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.